ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോക്കിമോൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. എപ്പിസോഡ് 40 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 38, 39 എവിടെയാണെന്ന്. അത് ഫില്ലർ എപ്പിസോഡ്സ് ആണ്. ഫില്ലർ എപ്പിസോഡ്സ് ആയാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പക്ഷേ വളരെ മോശം ക്വാളിറ്റി വീഡിയോസാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ ചിലപ്പോൾ മാഷിൻ്റെ കയ്യിൽ സ്ലോ റിലാക്സ് എന്ന പോക്കിമോനെ കിട്ടാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആശും കൂട്ടുകാരും അവരുടെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് അവർക്കൊരു പണി കിട്ടുന്നത്. അവരുടെ മുന്നിൽ 2 വഴികൾ വരുന്നു. ആശ പറയും, എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വഴിയിലൂടെ പോകാമെന്ന്. എന്നാൽ ബ്രോക്ക് പറയും, അവിടെ നിറച്ച് മലകളാണ്, അതൊരു പ്രശ്നമാണ്. സ്റ്റീം പറയും, എനിക്കൊരിക്കലും താല്പര്യമില്ല മലകൾ കയറാനെന്ന്, അത് ചെറിയ കുന്നുകളാണ്, കമോൺ പീക്ക് എന്ന് പറഞ്ഞ് ആശ വഴിയിലൂടെ തന്നെ പോകും. ഇസ്റ്റി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഇത് നല്ലതിനല്ല എന്ന്. അങ്ങനെ ആ വഴിയിലൂടെ തന്നെ പോകാൻ തീരുമാനിക്കും. അങ്ങനെയാണ് എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത്. സ്നോ വേ ഔട്ട് എന്നാണ് എപ്പിസോഡ് 40 പേര്. ഇതാണടാ നിന്റെ കുന്നുകൾ, ഇതിലൂടെ നമ്മൾ എങ്ങനെയാടാ പോവുക എന്ന് മിസ്റ്റ് ചോദിക്കും ആശനോട്. എനിക്ക് തോന്നുന്നത് നമ്മൾ തിരിച്ചു പോയി ആ മറ്റേ വഴിയിലൂടെ പോകുന്നതാണ് നല്ലതെന്ന് ബ്രോക്ക് പറയും. ഞാനൊരു പോക്കിമോൻ മാസ്റ്റർ ആകാൻ പോവുകയാണ്, ഇതുപോലത്തെ വെല്ലുവിളികൾ എനിക്കൊന്നുമല്ല, എൻ്റെ മുന്നിൽ കുറച്ച് സ്നോ ഉണ്ടെന്ന് വിചാരിച്ച് അതെനിക്കൊരു തടസ്സമല്ല എന്ന് ആശ പറയും. അങ്ങനെ അവർ മല കയറി തുടങ്ങും. മിസ്റ്റിക്കാണെങ്കിൽ കയറി ഉടനെ തന്നെ തണുക്കുന്നുണ്ടാകും. മല തീരാൻ എത്ര ദൂരമുണ്ടാവുമെന്ന് മിസ്റ്റ് ചോദിക്കും. എനിക്ക് തോന്നുന്നു ഈ മല കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടുത്തെ ടൗണിൽ എത്തുമെന്ന് ബ്രോക്ക് പറയും. എന്നാൽ ബ്രോക്കിന്റെ കയ്യിൽ കോമ്പസ് ആണെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയാണ്. ഈ മലന്റെ മുകളിൽ ഒരുപാട് അയണുകൾ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമുക്ക് പോകേണ്ട ദിശയ്ക്കില്ല വഴി കോമ്പസ് കാണിച്ചു തരാത്തത്. അവരെല്ലാവരും ആണെങ്കിൽ ആകെ പേടിക്കും. നമുക്ക് പറയാം, നിങ്ങൾ പേടിക്കണ്ട, ആ സൂര്യൻ അവിടെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 മണിയാണ് സമയം, അതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും ഇവിടെ കുടുങ്ങിപ്പോയി എന്ന് ബ്രോക്ക് പറയും. എടാ നാറി ആശ, നീ ഒറ്റയെടുത്തും കാരണം അവിടെ ചെറിയ കുന്നുകളൊക്കെ ഉണ്ട് പറഞ്ഞ് ഇതിലൂടെ വന്നത്, ഇപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയി, ഇനി എന്ത് ചെയ്യും? എനിക്കറിയാമെന്ന് പറഞ്ഞ് ആശ പിജിയോട്ടെ ഇറക്കും. അങ്ങനെ പിജിയോട്ടോ ഞങ്ങളെ ടൗണിലേക്ക് എത്തിക്കുന്ന വഴി ഉണ്ടോ നോക്ക് ഇവിടെ എന്ന്. പിജിയോട്ടത് സിമ്പിളായി തന്നെ കണ്ടുപിടിക്കും. നീ താഴേക്ക് പോകേണ്ട വഴി കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കും. പിജിയോട്ട കാണിച്ചു കൊടുക്കും ആ വഴി. അങ്ങനെ വീണ്ടും അവരുടെ യാത്ര തുടരും. പിന്നെ കാണിക്കുന്നത് ടീം റോക്കറ്റിനെയാണ്. റിയാവത്തിനും ജെയിംസിനും തണുപ്പ് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ ജെസ്സിക്കാണെങ്കിൽ തണുപ്പ് മഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ്. ജെയിംസ് ചോദ്യം, ഞങ്ങൾക്ക് ഇവിടെ തണുപ്പ് താങ്ങാൻ കഴിയുന്നില്ല, നിനക്കെങ്ങനെ ഈ തണുപ്പ് ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? എനിക്ക് മഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ്, ഇത് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇതിൽ. നീ എന്താ തമാശ പറയുകയാണെന്ന് മിയാവത്ത് ചോദിക്കും. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്, നിങ്ങളിതുവരെ സ്നോക്കസ് ബോർഡ് തിന്നിട്ടില്ല എന്ന് ചോദിക്കും. ഇതെന്താന്ന് 2 പേർക്കും മനസ്സിലാവില്ല. കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെമ്മറി ആയിരുന്നു അത് എന്ന്. പിന്നെ ജെസ്സിയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ജെസ്സി കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളെ അമ്മ വിളിച്ച് പറയും, ജെസ്സി സ്നോക്കേസ് ബോർഡ് റെഡി എന്ന്. ബോർഡിലാണെങ്കിൽ സ്നോ കൊണ്ടുണ്ടാക്കിയ പലതരമായ ഭക്ഷണങ്ങൾ ഉണ്ടാകും, അതാണ് ജെസ്സിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ജെയിംസ് പറയും, ഈ കേൾക്കുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ വയ്യ, വീണ്ടും തമാശ പറയുകയാണോ ജെസ്സി എന്ന് മിയാവത്ത് ചോദിക്കും. നീ പറയുന്നത് നിന്റെ അമ്മ നിനക്ക് സ്നോ വെച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നു എന്നാണോ? പിന്നീട് അവർ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും, അവരെ കയ്യിലെ ബലൂൺ വെച്ച്. പക്ഷെ അവരുടെ ഇൻട്രോ ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് ബലൂൺ എങ്ങോട്ടോ പറന്നു പോയിട്ടുണ്ടാകും. പിന്നെ ഇവർ അതിനെ പിടിക്കാൻ പോകും. പെട്ടെന്നാണ് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങുക. റോക്ക് പറയും, നമ്മൾ ഈ ദിവസം മുഴുവൻ നടന്നാലും ഇതിന് മുകളിലെത്തും മറ്റൊന്നും തോന്നുന്നില്ല, ഇവിടെയാണെങ്കിൽ മഞ്ഞ് വീകാൻ തുടങ്ങും, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാം കാരണം സൂര്യൻ അസ്തമിക്കുമെന്ന് ആശ പറയും. അവിടെയാണെങ്കിൽ നല്ല കാറ്റും വീശാൻ തുടങ്ങി, നമുക്ക് ഇങ്ങനെ തന്നെ പോകണമെന്ന് ആശ പറയും. ഇസ്റ്റി വരെ, പക്ഷെ എന്നെ കൊണ്ട് കയ്യിൽ എനിക്ക് നന്നായി തണുക്കുന്നുണ്ട് എന്ന്. റോക്കും പറയും, അത് ശരിയാണ്, നമുക്ക് ഇന്ന് രാത്രി ഇവിടെ തങ്ങാം, രാവിലെ ആകുമ്പോൾ ഒക്കെ ശരിയാവും, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാമെന്ന്. പക്ഷെ നമ്മൾ അതിന്റെ അടുത്തെത്താനായിട്ടുണ്ടെങ്കിലോ ആശ്, അതൊരിക്കലും നല്ലതാവില്ല, ഇത്രയും ഇരുട്ടുന്ന സമയത്ത് നമുക്കൊന്നും മുന്നിൽ കാണാൻ കഴിയുന്നില്ല. ആശ പറയും, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് മുന്നോട്ട് പോയാൽ പറ്റൂ എന്ന്. പറയും, അതൊരിക്കലും നല്ലതല്ല, കാരണം നമുക്ക് മഞ്ഞ് കൊണ്ട് ചെറിയ കേവ് ഉണ്ടാക്കി ഇവിടെ നിൽക്കാം. നിന്നെ പോലെ ഒരു മികച്ച പോക്കിമോൻ മാസ്റ്റർ ആവാൻ നിൽക്കുന്ന ഒരാൾ ഇവിടെ വെച്ച് അവസാനിച്ചാൽ അത് നല്ലതാവില്ലല്ലോ. ഓ അതെ, നീ പറഞ്ഞതാ ശരി, ഇവിടെയും കുഴിച്ച് ചെറിയൊരു കേവ് ഉണ്ടാക്കാം. പിന്നെ ബ്രോക്ക് പറയും. പെട്ടെന്നാണ് അവിടെ അതിശക്തമായ കാറ്റ് വീശാൻ തുടങ്ങുക. അതിലാണെങ്കിൽ പീക്കാച്ചു പറന്നു പോകും ആശന്റെ കയ്യിൽ നിന്ന്. പീക്കാച്ചുയെ തപ്പി പോകും, അവിടെ ഓടും. ഇസ്റ്റി ആശന്റെ ബാക്കിൽ ഓടാൻ നിൽക്കും. അപ്പോൾ ബ്രോക്ക് പറയും, അത് വേണ്ട, ഇവിടെ എല്ലാവരും കുടുങ്ങിപ്പോകും, നീ ഇവിടെ നിന്നോ. അങ്ങനെ പീക്കാച്ചുടെ സ്ഥലത്തേക്ക് ആശ ഒരു വിധത്തിലെത്തും. പീക്കാച്ചുണെങ്കിൽ അവിടെ പെട്ട് നിൽക്കുകയാണ്. ആശാണെങ്കിൽ ബൾബസറിനെ യൂസ് ചെയ്ത് പീക്കാച്ചുനെ രക്ഷിക്കും അവിടെ നിന്ന്. പീക്കാച്ചു, നീ പേടിച്ചു പോയോ? നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ വിടുമെന്ന് ആശ പറയും. പിന്നെ പീക്കാച്ചു ചോദിക്കും, ബ്രോക്ക് എവിടെയെന്ന് ചോദിക്കും. ബ്രോക്ക്, നമുക്ക് അവരുടെ അടുത്തേക്ക് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് ആശ പറയും. ആശന് മനസ്സിലാവും എത്രയായാലും ഈ കുന്ന് കയറാൻ കഴിയില്ല എന്ന്. ആശാണെങ്കിൽ അവിടെ കുഴിക്കാൻ തുടങ്ങും ഒരു ചെറിയ കേവ് ഉണ്ടാക്കാൻ വേണ്ടി. ചൂണ്ടിരിക്കുമ്പോൾ ആശന്റെ കൈ വരുത്താവുന്നുണ്ടാവും. അപ്പോൾ ആശ ചെർമാൻഡറിനെ യൂസ് ചെയ്ത് അവിടെ ചെറിയ കേവ് ഉണ്ടാക്കാൻ നോക്കും. ചെർമാൻഡർ നല്ല മനോഹരമായ ഒരു കേവ് ഉണ്ടാക്കി കൊടുക്കും. ആശാണെങ്കിൽ പിജിയോട്ടെ വെച്ച് ബാക്കിയുള്ള
പോക്കിമോനൊക്കെ ഇറക്കി പറയും നമുക്ക് ഈ കേവ് എത്രയും പെട്ടെന്ന് പൂട്ടണമെന്ന്. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ കേവ് ക്ലോസ് ചെയ്യും. എല്ലാ പോക്കിമോൺസിനും നല്ല തണുക്കൊന്നുണ്ടാകും. തൽക്കാലം എല്ലാവരും ചെർമാൻഡറിന്റെ വാലിന്റെ അടുത്തുള്ള തീയിൽ നിന്ന് ചൂട് പിടിക്കും. പിന്നീട് ടീം റോക്കറ്റിനാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഒരു ഇഗ്ലു ഉണ്ടാക്കി അതിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത് തൽക്കാലം. ഒരു കയ്യിലാണെങ്കിൽ 3 തീപ്പെട്ടിക്കൊള്ളിയും ഒരു മെഴുകുതിരി മാത്രമേ ഉള്ളൂ ചൂടിന്. എനിക്ക് പ്രതീക്ഷയുണ്ട് മിസ്റ്റിക്കും ബ്രോക്കിനും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പോഴായിരിക്കും ചെർമാൻഡറിന്റെ വാലിലെ തീ കുറഞ്ഞു വരുന്നത്. ചെർമാൻഡറിനെ പോക്കിമോണിലേക്ക് തിരിച്ചു കൊണ്ടുപോകും ആശാണ് സ്കോയിഡിനോടും ബൾബസറിനോടും പറഞ്ഞു നിങ്ങൾക്കും പോക്കിമോണിലേക്ക് പോകാൻ സമയമായിന്ന്. അവർക്ക് പോകാൻ താല്പര്യമുണ്ടാവില്ല. ആശാണെങ്കിൽ ആ തണുപ്പും സഹിച്ച് പീക്കാച്ചും കെട്ടി പിടിച്ച് അവിടെ ഇരിക്കും. ആശാണെങ്കിൽ ആശിന്റെ കയ്യിലെ ബോളിനൊക്കെ ആശാന്റെ ജാക്കറ്റിലാക്കി മടക്കി അവിടെ വെക്കും. പെട്ടെന്നാണ് അവർ ക്ലോസ് ചെയ്ത് ഒരു ചെറിയ ഭാഗം പൊട്ടി ഉള്ളോട്ട് കാറ്റ് കയറുക. അങ്ങനെ മാർഗമില്ലാത്തതുകൊണ്ട് ആശ അവിടെ പോയിരിക്കും. ആശാണെങ്കിൽ പീക്കാച്ചു സേഫ് ആക്കണം. അതിന് ആശ പറഞ്ഞു നീ പോയി പോക്കിബോളിൽ കയറി. പെട്ടെന്ന് ആശന്റെ ബാക്കിയിലെ പോക്കിമോൺസും പുറത്തോട്ട് വരിക. അങ്ങനെ ആശന്റെ എല്ലാ പോക്കിമോൺസും വന്ന് ആശനെ ചേർത്ത് പിടിക്കും. നിങ്ങൾ ജയിച്ചു. നമ്മളെല്ലാവരും ഒരുപാട് തണുപ്പുകൾ ഇപ്പോൾ സഹിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ആശ കരയുന്നുണ്ട്. അങ്ങനെ രാവിലെയാകും. അവരങ്ങനെ കേവന്ന് പുറത്തിറങ്ങി അപ്പോൾ തന്നെ മുകളിൽ ആശിന് വേണ്ടി ബ്രോക്കും മിസ്റ്റിയും കാത്തു നിൽക്കുന്നുണ്ടാകും. അവരങ്ങനെ സംസാരിച്ചതിനിടയിലാണ് ടീം റോക്കറ്റിന്റെ ബലൂൺ അവിടെ കുടുങ്ങി കിടക്കുന്നത് കാണുക. അങ്ങനെ ബ്രോക്കിന്റെ കയ്യിൽ പോക്കിമോൻ യൂസ് ചെയ്ത് ആ ബലൂൺ ശരിയാക്കും. അങ്ങനെ അവർ ടീം റോക്കറ്റിന്റെ ബലൂൺ യൂസ് ചെയ്ത് ഐസ് മല കടക്കും. അങ്ങനെ അവർ ടൗണിലേക്ക് എത്തും. അങ്ങനെയാണ് എപ്പിസോഡ് 40 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.